ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ഓരോ ദിവസവും പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഇസ്രായേലി സൈനികർ ടോയ്ലറ്റ് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി വെസ്റ്റ് ബാങ്കിലെ ഓഫർ ജയിലിൽ തടവിലാക്കപ്പെട്ട പലസ്തീൻ യുവാവ് അറിയിച്ചു. പലസ്തീൻ പ്രിസണേഴ്സ് ബോർഡും പലസ്തീനിയൻ പ്രിസണേഴ്സ് അസോസിയേഷനും പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. വാർത്താ ഏജൻസിയായ അനഡോലുവാണ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പലസ്തീൻ യുവാവ് രാമല്ലയിലെ ഓഫർ ജയിലിൽ ക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പലസ്തീനിയ യുവാവിന്റെ ഇനീഷ്യൽ മാത്രമേ സംഘടനകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ജീവി എന്ന ഇനീഷ്യലാണ് പലസ്തീൻ യുവാവ് വെളിപ്പെടുത്തിയ വിവരങ്ങൾ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ചോദ്യം ചെയ്യുന്നതിനിടെ സൈനികർ എന്നെ ടോയ്ലറ്റ് വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു. ഇന്നും ഞങ്ങൾ പീഡനത്തിനും അപമാനത്തിനും മർദ്ദനത്തിനും വിധേയരാവുകയാണ് എന്നാണ് യുവാവ് പറഞ്ഞത്. നിലവിൽ യുവാവ് ഓഫർ ജയിലിൽ തന്നെ തുടരുകയാണ്. മാർച്ച് 2 തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂനിസിൽ നിന്നാണ് യുവാവിനെ ഇസ്രയേലി സൈന്യം തടവിലാക്കുന്നത്. ഹമദിൽ നിന്ന് തടവിലാക്കപ്പെട്ട യുവാവിനെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയും കൈകൾ പുറകിലേക്ക് വലിച്ചുകെട്ടിയും കണ്ണ് മൂടിക്കെട്ടിയതിനു ശേഷമാണ് സൈന്യത്തിന്റെ ട്രക്കിലേക്ക് കയറ്റിയത്. ജീവി തന്നെയാണ് ഇക്കാര്യങ്ങൾ പലസ്തീൻ സംഘടനകളെ അറിയിച്ചത്. ഇസ്രയേലി ഭരണകൂടം തടവിലാക്കിയ ആയിരക്കണക്കിന് പലസ്തീൻ തടവുകാരുടെ സ്ഥിതിഗതികൾ എന്താണെന്നതിൽ വ്യക്തതയില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഇസ്രയേലി സൈന്യത്തിന്റെ തടങ്കലിൽ അനുഭവിക്കേണ്ടി വന്ന ക്രൂരപീഡനങ്ങളെക്കുറിച്ചുള്ള പലസ്തീൻ ബന്ദികളുടെ വെളിപ്പെടുത്തലുകൾ ദിവസങ്ങൾ ഇടവിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഒക്ടോബർ 7 മുതൽ 40,173 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 92,857 പലസ്തീനികൾക്ക് സാരമായി പരിക്കേറ്റതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്നത് യുദ്ധക്കുറ്റമാണെന്ന് ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടിയിട്ടും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടും ഇസ്രായേലി സൈന്യം പലസ്തീനിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്നില്ല. ലോകത്തുടനീളമായി ഇസ്രായേലിനെതിരെ പ്രതിഷേധം കനക്കുകയാണ്. ഇസ്രായേലുമായി ബന്ധം പുലർത്തുന്ന ഭരണകൂടങ്ങളെ വംശഹത്യയിൽ പങ്കാളികളാക്കരുതെന്ന് ബോധ്യപ്പെടുത്തി പ്രതിഷേധക്കാർ നയതന്ത്ര ബന്ധം ഉപേക്ഷിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. 4 ദിക്കുകളിൽ നിന്നും പ്രതിഷേധമുയർന്നിട്ടും ഇസ്രായേൽ സർക്കാർ ഗാസയിലെ വംശഹത്യ തുടരുകയാണ്. ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ കഴിഞ്ഞ രാത്രി നടത്തിയ ആക്രമണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്നും സേന വ്യക്തമാക്കി. അതേസമയം ബന്ദികളിൽ ചിലർ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് പറഞ്ഞു. ജീവനോടെയുള്ള ബന്ദികളെയും മരിച്ചവരുടെയും മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കാൻ ഇസ്രായേൽ എല്ലാ ശ്രമവും നടത്തുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസിന്റെ വിശാലമായ തുരങ്ക ശൃംഖലയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇസ്രായേൽ സേനയെ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അഭിനന്ദിച്ചു. 100ഓളം ബന്ദികൾ ഹമാസ് പിടിയിലുണ്ടെന്നാണ് കരുതുന്നത്. ലബനനിലെ ബെക്ക താഴ്വരയിൽ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് ബോംബാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച പറഞ്ഞു. ശക്തമായ ഇറാനിയൻ പിന്തുണയുള്ള മിലിഷ്യയുടെ പ്രധാന ശക്തി കേന്ദ്രത്തിലെ ആയുധ ഡിപ്പോകൾക്ക് നേരെയുള്ള ഏറ്റവും പുതിയ ആക്രമണമാണിത്. ലബനനിലെ യുദ്ധോപകരണ വെയർഹൌസുകൾ ആക്രമിക്കുന്നത് സംഭവിക്കാനിടയുള്ള എന്തിനേയും നേരിടാനുള്ള തയ്യാറെടുപ്പാണെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് വ്യോമാക്രമണം ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.